ദൈവനാഥന് മഹത്വമാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി ദൈവത്തിനെ സ്തുതിക്കുന്നു. 2026 പ്രഥമ ദിവസം കോട്ടയം മേഖലാ BJPയുടെ ബൈബിൾ റീഡിംഗ് ചലഞ്ചുമായി അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ എത്തി നിൽക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളെല്ലാം ദൈവം ഏറ്റവും അനുഗ്രഹമായി കോട്ടയം മേഖലാ BJPയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയായിരുന്നു. ബൈബിൾ റീഡിംഗിന്റെ ചലഞ്ചുമായി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിലേക്ക് എത്തുന്നു. ദൈവത്തിന്റെ വചനം വായിക്കുക, അത് ധ്യാനിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമേറിയ ഒരു കാര്യമാണ്. ഈ ദൈവത്തിന്റെ വചനമായ ഈ പുസ്തകമായി നിൽക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമ്പോൾ തന്നെ ആദ്യ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് വായിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനമാണ് നമ്മൾ വായിക്കുന്നതും ധ്യാനിക്കുന്നതെന്ന് അറിയുമ്പോൾ ഏറ്റവും അധികം സന്തോഷം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് ഏറ്റവും ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ നമുക്കറിയാം, ഈ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ഈ വിശുദ്ധ ബൈബിളിൽ 1189 അധ്യായങ്ങളും 31,102 വാക്യങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ ബൈബിൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വായിക്കുന്നത് ഏറ്റവും അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ ഏറ്റവും ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ഈ ഒരു കാര്യത്തോട് നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ പ്രാർത്ഥനയോടെ ഈ ബൈബിൾ വായിക്കുക എന്നുള്ള ദൗത്യത്തോടെ മുന്നോട്ടിറങ്ങുക എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഓർപ്പിക്കുന്നു. മുന്നോട്ടുള്ള മീറ്റിങ്ങുകളെല്ലാം ഏറ്റവും മാന്യമായി തീരുവാൻ സന്ദർഭങ്ങളെ ഏറ്റവും മാന്യമാക്കാൻ ബൈബിൾ റീഡിംഗ് ചലഞ്ച് ഏറ്റവും അനുഗ്രഹീകരിക്കാൻ ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു ദൈവത്തിന്റെ ഭക്തൻ എന്ന നിലയിൽ ഈ ദൈവത്തിന്റെ വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും നമ്മളേവരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ ഇതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുവാനായി ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ജനുവരി 1-ാം തീയതി ഈ വർഷത്തിന്റെ ആദ്യ ദിവസം തന്നെ ഒരു ബൈബിൾ റീഡിംഗ് ചലഞ്ച് പ്രോഗ്രാമുമായി കോട്ടയം മേഖല PYPക്ക് തുടങ്ങുവാൻ സാധിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷം നമ്മൾ പ്രാരംഭ ദിവസം തന്നെ ബൈബിൾ റീഡിംഗ് ചലഞ്ച് എന്നുള്ള ആശയത്തോടുകൂടെ അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ജനുവരി 1-ാം തീയതി ആരംഭിക്കുകയാണ്. എന്താണ് ബൈബിൾ റീഡിംഗ് ചലഞ്ച്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ബൈബിൾ റീഡിംഗ് ചലഞ്ച്, എന്നാണ് ഇത് തുടങ്ങുന്നത്, എങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ബൈബിൾ റീഡിംഗ് ചലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 100 ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ മൊത്തം വായിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സിലബസോ അല്ലെങ്കിൽ ഒരു പോർഷൻസോ ആയിട്ട് ബൈബിൾ മൊത്തം 100 ദിവസങ്ങൾ കൊണ്ട് വായിച്ചു തീർക്കുക. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ഓൺലൈനായിട്ട് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ ആർക്കും പങ്കാളികളാകാം. പ്രായഭേദം ഒന്നുമില്ല. ചെറിയ കുട്ടികൾക്ക് വായിക്കാൻ അറിയാവുന്ന ആർക്കും ഈ ഒരു ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ജനുവരി 1-ാം തീയതി നമ്മൾ ഇതിന്റെ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ഏപ്രിൽ 1-ാം തീയതി മുതൽ 100 ദിവസങ്ങൾ, അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യത്തെ ഞായറാഴ്ച തൊട്ട് 3 മാസങ്ങൾ അല്ലെങ്കിൽ 90 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനങ്ങളാണ് ബൈബിൾ റീഡിംഗ് ചലഞ്ചിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രാരംഭ ദിവസം 119-ാം സങ്കീർത്തനം 1000-ലധികം ആളുകൾ ഒരുമിച്ച് വായിക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങളാണ് വരുന്ന ദിവസങ്ങളിൽ മേഖല PYP ക്രമീകരിക്കുന്നത്. IPC എന്ന് മാത്രമല്ല, ബെന്തിക്കോസിന്റെ ഇതര സംഘടനകളിൽ നിന്നുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ, പ്രവർത്തകർ ഈ ഉദ്യമത്തിൽ പങ്കാളികളാകും. നമ്മൾ 100 ദിവസം കൊണ്ട് ദൈവവചനം കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക, ഇത് മാത്രമാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. നമ്മുടെ വെക്കേഷൻ ടൈം, ഏപ്രിൽ മാസം എന്ന് പറയുന്നത് നമ്മുടെ വെക്കേഷൻ ടൈമാണ്. ആ വെക്കേഷൻ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട PYP പ്രവർത്തകര്, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങള്, പ്രായഭേദമന്യേ എല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ ചേരാം. 100 ദിവസം കൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം വായിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുവാൻ നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന APC കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറും അതോടൊപ്പം തന്നെ സൺഡേ സ്കൂളിലെ ഡെപ്യൂട്ടി ഡയറക്ടറുമായിരിക്കുന്ന ബെന്നി പുള്ളൂരിക്ക അവർ അദ്ദേഹത്തെയും മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ യുവജന വിഭാഗമായ PYP കോട്ടയം സോണിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈബിൾ റീഡിംഗ് ചലഞ്ചിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം സംഘാടകർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവവചനം വായിക്കുകയും ദൈവവചനത്തിന് അനുസൃതമായി ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. സോഷ്യൽ മീഡിയയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഒക്കെ ഈ കാലഘട്ടത്തിൽ, നിരീശ്വരവാദമൊക്കെ ശക്തമായി വളർന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ യുവാക്കളെയും
വിശ്വാസികളെയും വളർത്തിയെടുക്കേണ്ടതിൻ്റെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ദൈവവചന വായന എന്നുള്ളത്. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അതുകൊണ്ട് തന്നെ ഈ ദൈവവചന വായന എന്ന ഉദ്യമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും അത് വായിക്കുന്നവരും അതിന് സംഘടിപ്പിക്കുന്നവരും എല്ലാം ഭാഗ്യമുള്ള അവസ്ഥയിലായിരിക്കുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവവചന വായനയിൽ കൂടെ മാത്രമേ നമുക്ക് ഈ കാലഘട്ടത്തിൽ വിശ്വാസ ജീവിതത്തിൽ പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്കറിയാം, യേശുക്രിസ്തു തൻ്റെ പരസ്യശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിവസം പകലും രാത്രിയും ഉപവസിക്കുന്നതായിട്ട് കാണുന്നു. തൻ്റെ ഉപവാസത്തിന് ശേഷം സാത്താൻ അവനെ പരീക്ഷിക്കേണ്ടതിന് കടന്നു വരുന്നത് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. അതിൽ 3 പരീക്ഷയും സാത്താൻ കൊണ്ടുവരുമ്പോൾ യേശുക്രിസ്തു ദൈവവചനം ഉദ്ധരിച്ചാണ് അതിന് മറുപടി നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷകൾ, പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്യണമെങ്കിൽ ദൈവവചനത്തിൽ നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനമിട്ട് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്ങനെ ദൈവവചനത്തിൽ നമുക്ക് അടിസ്ഥാനം ഇടുവാനായിട്ട് സാധിക്കും? അത് ദൈവവചന വായന കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയുന്നത്, നിങ്ങൾ പഠിച്ചു നിശ്ചയം പ്രാപിച്ചു ഇരിക്കുന്നതിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പഠനമുണ്ടായിരിക്കണം. പഠനമുണ്ടാകണമെങ്കിൽ വായന ഉണ്ടായിരിക്കണം. അത് നമ്മൾ നിശ്ചയം പ്രാപിക്കണം. അത് ഉറച്ച ഒരു പഠനത്തിലൂടെ നമുക്ക് നിശ്ചയം പ്രാപിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവവചനത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിലെ ക്രമം അനുസരിച്ച് യേശുക്രിസ്തുവിന്റെ 2ാമത്തെ പരീക്ഷയിൽ സാത്താൻ യേശുക്രിസ്തു തൻ്റെ മറുപടിയായിട്ട് പറയുന്നതെല്ലാം ദൈവവചനമാണെന്ന് മനസ്സിലാക്കിയ സാത്താൻ 2ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 2ാമത്തെ പരീക്ഷയിൽ ഒരു ദേവാലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തിയ ശേഷം താഴേക്ക് ചാടുവാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ താഴേക്ക് ചാടുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ സാത്താൻ ദൈവവചനം ഉദ്ധരിച്ചാണ് ആ പരീക്ഷ യേശുക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കല്ലിൽ തട്ടി പോകാണ്ട് നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സങ്കീർത്തനത്തെ ഉദ്ധരിച്ചാണ് സാത്താൻ അവിടെ ദൈവത്തെ പരീക്ഷയിൽ അകപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ദൈവം ആവർത്തന പുസ്തകത്തിൽ നിന്ന് ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. നേരം ദൈവവചനത്തിന്റെ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സാത്താൻ യേശുക്രിസ്തുവിനെ കുഴയ്ക്കുവാനായിട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴത്തേക്ക് ദൈവവചനത്തിൽ കൂടെ തന്നെ അതിന് മറുപടി കൊടുത്ത് സാത്താനെ പരാജയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ സാധാരണ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ദൈവവചനത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ മാത്രം നമുക്ക് പരീക്ഷയെ ജയിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ആഴമായ അറിവുകൾ, വേദപുസ്തകത്തിൽ മുഴുവനായിട്ടുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധാരണ നമുക്ക് പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദമുണ്ട്: നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. എന്നും കൂടെ എഴുതിയിരിക്കുന്നു. ഇറ്റ് ഈസ് റിട്ടൺ അഗെയിൻ എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു വാക്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ദുരുപദേശക്കാരും നിരീശ്വരവാദികളും ഒക്കെ വേദപുസ്തകത്തെ കൂട്ടിമാറ്റി കളയുമ്പോഴത്തേക്ക് വേദപുസ്തകത്തിന്റെ വായനയിലൂടെ പൂർണ്ണമായ അറിവ് കരസ്ഥമാക്കിയ ഒരു വ്യക്തിക്ക് അത് മാത്രമല്ല എഴുതിയിരിക്കുന്നത്, ഇന്നും കൂടെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്കതിനെ ആ പരീക്ഷയിലും നമുക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് PYP ഏർപ്പെട്ടിരിക്കുന്ന ഈ ഉദ്യമം വളരെ നല്ല ഉദ്യമമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവവചന വായനയിലൂടെ അടിസ്ഥാന വേദോപദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസികളെയും യുവാക്കളെയും ദാസന്മാരെയും എല്ലാവരെയും ദൈവവചന അടിസ്ഥാനത്തിൽ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അതിന് ഈ ഉദ്യമം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും എല്ലാവിധ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ യുവജന വിഭാഗമായ PYP കോട്ടയം മേഖലയുടെ ബൈബിൾ റീഡിംഗ് ചലഞ്ചിന്റെ രജിസ്ട്രേഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ദൈവനാമമഹത്വത്തിനായിട്ട് ഇത് എല്ലാവരും പങ്കെടുക്കുകയും ഈ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഇതിൽ ഭാഗമാക്കാവുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ പ്രഖ്യാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കോട്ടയം മേഖല PIP നടത്തുന്ന ഈ 2026 തുടക്കം തന്നെ നടത്തുന്ന ബൈബിൾ റീഡിംഗ് ചലഞ്ച് നിങ്ങളെല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷം തന്നെയാണ്. നമുക്കറിയാം, ബൈബിൾ വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമായ എന്ന് പറഞ്ഞാൽ എല്ലാ വചനങ്ങളും ദൈവത്തിന്റെ ശ്വാസത്താൽ ഉളവായതാണ്. മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നതുപോലെ ദൈവത്തിന്റെ ശ്വാസമായ ഈ വചനം നിങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളിൽ ഒരു വലിയൊരു ചലനമുണ്ടാകും. അതുകൊണ്ട് ഇന്നു മുതൽ ഈ വചനം വായിക്കുവാൻ കോട്ടയം മേഖല PIP ഒരുക്കുന്ന ഈ അവസരം നിങ്ങളാരും പാഴാക്കരുത്. നിങ്ങളത് ബൈബിൾ വായിക്കുക. വായിച്ച് തീർന്ന ആ സാഹചര്യത്തിൽ തീർച്ചയായും നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. ഈ ബൈബിൾ റീഡിംഗ് ചലഞ്ച് ഞാൻ ഇത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങുകയും ഇതിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മൊബൈൽ എടുക്കുക, അതിനകത്ത് സ്കാനർ എടുക്കുക, ഇത് ബാർകോഡ് സ്കാൻ ചെയ്യുക. അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ബൈബിൾ റീഡിംഗ് ചലഞ്ച് കോട്ടയം മേഖല PIP എന്ന് പറയുന്ന ഒരു ഫയല് ഓപ്പണായി വരും നിങ്ങളുടെ ഫോണിനകത്ത്. അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുക. ഞാൻ ആദ്യത്തെ രജിസ്ട്രേഷൻ ഇവിടെ ചെയ്യുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ദൈവവചന വായനയ്ക്ക് വേണ്ടി ദൈവം സഹായിക്കും.